അടിപൊളി. കുറെ നാളായിട്ട് നമ്മളെല്ലാം വെയിറ്റിംഗ് അല്ല എന്താ സംഭവിക്കാന്ന് അറിയാം. സോ അതുപോലെ എക്സൈറ്റഡ് ആണ്. കുടുങ്ങില്ല, കുടുങ്ങാതിരിക്കട്ടെ, അത് തന്നെയല്ലേ നമുക്ക് വേണ്ടേ. അതെ അതെ, 2-3 ദിവസങ്ങളായിട്ട് സോഷ്യൽ മീഡിയ മുഴുവൻ ക്ലൈമാക്സിനെ പറ്റിയല്ലേ ഡിസ്കസ് ചെയ്യുന്നത്. അടിപൊളി, നമുക്ക് വെയിറ്റ് ചെയ്യാം. തീർച്ചയായിട്ടും പഴയ പ്രതീക്ഷ തന്നെയാണല്ലോ. നമുക്ക് ലാലേട്ടൻ്റെ പടം എന്നതിനേക്കാൾ ഉപരി ദൃശ്യം 1ഉം 2 കണ്ടൊരു ആ ഒരു അനുഭവം തന്നെയാണ് ഈ ദൃശ്യം 3. ഒരുപാട് നാളത്തെ വെയിറ്റിംഗ് ആണ്. വളരെ നല്ല പ്രതീക്ഷയാണ്. നല്ലൊരു ത്രില്ലർ തന്നെ ആയിരിക്കും. ഓരോ നിമിഷവും നമുക്ക് ആസ്വദിക്കാനും അതുപോലെ തന്നെ അത്ഭുതപ്പെടാനൊക്കെ ഉണ്ടാവുമെന്നാണ് വിചാരിക്കുന്നത്. പിടിക്കപ്പെടരുതല്ലോ, അത് ലാലേട്ടൻ പറഞ്ഞത്, പിടിക്കപ്പെടരുത്. അപ്പോഴാണ് നമുക്ക് ദൃശ്യം 4ലേക്കുള്ളൊരു സാധനം ഉണ്ടാവും. കാരണം ഇത് നമുക്കെപ്പോഴും ഒരു ത്രില്ലടിച്ച് തിയേറ്ററിൽ കണ്ടിരിക്കാൻ അല്ലെങ്കിൽ ആസ്വദിക്കാൻ പറ്റുന്ന ഒരു മൂവി തന്നെയാണല്ലോ. നമുക്ക് നല്ലൊരു അസറ്റാണ് മലയാളത്തിൻ്റെ. അപ്പോൾ അത് പിടിക്കപ്പെടരുത് എന്നുള്ളത് തന്നെയാണ് എൻ്റെ അഭിപ്രായം. കത്തിക്കും. അത് അത്രയും പ്രതീക്ഷയിലാണ് വന്നിരിക്കുന്നത്. ലാലേട്ടൻ്റെ ബർത്ത്ഡേ ആണ് അന്നപ്പോൾ. ബർത്ത്ഡേ ആദ്യമായിട്ട് ഒരു പടം റിലീസ് ചെയ്യുന്നത്. ഇപ്പോൾ ദൃശ്യം നമുക്ക് ഫസ്റ്റും സെക്കൻഡും കിട്ടിയ ഒരു തിയേറ്റർ അനുഭവം ഉണ്ട്. സെക്കൻഡ് OTT ഇറങ്ങി. അപ്പോൾ 3 ഇറങ്ങിയപ്പോൾ നമുക്ക് തിയേറ്ററിലുള്ള എക്സ്പീരിയൻസ് അത് നമ്മൾ കൂടുതൽ പ്രതീക്ഷിക്കുന്നുണ്ട്. അതങ്ങനെ ആവട്ടെ. പൂട്ട് വിടൂല. ലാലേട്ടൻ ഇതാവും. അതൊരു ഇതിലാണ്. ഇനിയും 4ാം ഭാഗം വരാനുള്ള പ്രതീക്ഷയുണ്ട്. സെക്കൻഡ് തിയേറ്ററിൽ കാണാൻ പറ്റില്ല. അതിന്റെ ഒരു കുറവ് ഇതിൽ തീർക്കുന്നതായിരിക്കും. പിന്നെ തന്നെ അത് തന്നെ പ്രതീക്ഷയാണ് ഫുള്ള്. അത് തന്നെ, അതിനാണ് വന്നേക്കണ തന്നെ. സാധ്യത കുറവാണ്. പുള്ളി ഇങ്ങനെ ഇറങ്ങിപ്പോരും. പടം പൊളിക്കും, 500 കോടി ഉറപ്പ്. ലാലേട്ടൻ തൂക്കും. ദൃശ്യം 1 തിയേറ്ററിൽ കണ്ടു. അന്നിപ്പോ എത്രയാ, ഇപ്പൊ 10 കഴിഞ്ഞു. അന്നിപ്പോ ഓർമ്മയില്ല. പടം ബ്ലോക്ക് ബസ്റ്റർ ആയിരിക്കും, അത്രയും പറയാനുള്ളൂ. ഫുൾ എക്സ്പെക്ടേഷൻ. വാഴനെ ഒട്ടിക്കും, ഉറപ്പായിട്ടും വെടിക്കും. സംശയമില്ലാത്തൊരു സംഭവമാണ്. ചാൻസ് ഉണ്ട്, കത്താൻ ചാൻസ് ഉണ്ട്. ജിത്തു ജോസഫും ലാലേട്ടൻ വരുമ്പോ പിന്നെ അറിയാലോ, അതൊരു 1.5 കത്തലായിരിക്കും അത്. അങ്ങനത്തെ സംഭവം വേണം ശരി. അല്ലെങ്കിലൊക്കെ ഇൻഡസ്ട്രിയിൽ പിന്നെ നമുക്ക് പറയാനായിട്ട് പടങ്ങളുണ്ടല്ലോ. ഇതൊക്കെ വേറൊരു സംഭവമില്ല. ആ ഒരു സിനിമ എന്ന് പറയുമ്പോൾ തന്നെ ആളുകൾ വെറുതെ വരും ഈ പടത്തേക്ക്. 4, 5, 6 ഒക്കെ ഉണ്ടാവട്ടെ, ഒരു 8 വരെയൊക്കെ കാണാനുള്ള ഭാഗ്യം ഉണ്ടാവട്ടെ എന്നല്ല ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കും.